ശ്രീ കെ പ്രവീൺ കുമാർ 8 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുന്നു സർ. സർ, തകർന്ന ഒരു കേരളത്തിന് മോചനത്തിനുള്ള ശരിയായ വഴിയാണ് സർ ഈ ബജറ്റും അനന്തര നടപടികളും ഒക്കെ തന്നെ. സർ, ഈ സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നടപടിയും തളർന്ന കേരളത്തെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്ന തുള്ളി മരുന്നുകളാണ്. നല്ല വഴിക്ക് സർക്കാരും നാടും നീങ്ങുന്നുവെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സർ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മേഖലകളും തകർന്നു സർ. ഏറ്റവും തകർന്ന മേഖലയാണ് സർ വിദ്യാഭ്യാസ മേഖല. സർ, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലത്ത് കേരളത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നില്ല, കാരണം അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ 2001 AK ആന്റണി സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന വലിയ പരിഷ്കരണം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒഴുകിപ്പോയ വിദ്യാർത്ഥി സമൂഹം കേരളത്തിൽ നിന്നു, അവരിവിടെ പഠിക്കാൻ തുടങ്ങി. എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തോടുകൂടി ആ അവസ്ഥ മാറി സർ. ഇന്ന് കുട്ടികൾക്കിവിടെ പഠിക്കാൻ താല്പര്യമില്ല സർ. അവർക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലാത്തത് അച്ഛനോടും അമ്മയോടും ഇഷ്ടക്കുറവുകൊണ്ടല്ല, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പറഞ്ഞുകൊണ്ടുമല്ല, വിശ്വാസമില്ല സർ, ഉണ്ടായിരുന്നില്ല. അവരുടെ ഭരണകാലത്ത് BCom തോറ്റവൻ MCom ജയിക്കുന്നു, 10ാം ക്ലാസ് തോറ്റവൻ PhD എടുക്കുന്നു. പിന്നെ എങ്ങനെയാണ് സർ പഠിക്കുക? സർ, ചോദ്യപേപ്പർ ചോർന്നു. 2024 SSLCയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കോഴിക്കോട്. സർ, ആ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ DDOസിന് സമരം നടത്തി. ഞങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. സർ, ഇതേ ആവശ്യം ഉന്നയിച്ച് ഞാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ DCC പ്രസിഡന്റാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ജുഡീഷ്യൽ അന്വേഷണം വേണം. എന്നോട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഡേയ് ചോദ്യമല്ലേ ചോർന്നുള്ളൂ, ഉത്തരം ചോർന്നില്ലല്ലോ, വെച്ച് പോയടേ. എന്നോട് പറഞ്ഞ മറുപടി സാർ. പിന്നെ ആരാണ് സാർ കേരളത്തിൽ പഠിക്കുക? ഇങ്ങനെ കേരളത്തെ തകർത്ത ഒരു സർക്കാരിലാണ് സാർ കേരളം ഭരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലവും. സാർ, ഇവിടെ വിദ്യ തേടി വിദ്യാർത്ഥികൾ വന്നൊരു കാലമുണ്ടായിരുന്നു, തൊഴിൽ തേടി യുവാക്കളുടെ കാലമുണ്ടായിരുന്നു. ഇന്ന് ആരും വരുന്നില്ല. ബുദ്ധിയുള്ള കുട്ടികൾ ഇന്ന് കേരളം വിടുകയാണ്. മാത്രമല്ല 10 വർഷക്കാലം കൊണ്ട് തകർന്നുപോയ കേരളത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. സർ, കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ഔട്ട്ഡേറ്റഡ് കോഴ്സുകളാണ് കാര്യം സത്യമാണ്. ഉന്നത നിലവാരമുള്ള പല കോളേജുകളിലും സീറ്റുകൾ കാലിയായി കിടക്കുന്നു. അവിടെയാണ് സാർ ബഹുമാനയുടെ മുഖ്യമന്ത്രി പ്രസ്താവന എന്നത് ഔട്ട്ഡേറ്റഡ് കോഴ്സുകൾ പോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ കൊണ്ടുവരുമെന്ന ആ പ്രസ്താവനയെ പ്രതീക്ഷയോടുകൂടി സാർ കേരളം ഉറ്റുനോക്കുന്നത്. സാർ, കേരളത്തിൻ്റെ ആരോഗ്യരംഗം സാർ ആലോചിക്കണം. ഇടത്തേക്കാരന് ചികിത്സയ്ക്ക് പോയാൽ വലത്തെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രിക വയറ്റിൽ സൂക്ഷിച്ച കാലം ഉണ്ടായിരുന്നു. പേടിയോടുകൂടിയാണ് സാർ ആശുപത്രിയിൽ പോകാൻ. എന്നാൽ കരുത്തനായ ആരോഗ്യമന്ത്രി വന്നു, ഇപ്പോൾ ഭയമില്ലാതെ ആശുപത്രിയിൽ ആളുകൾ എത്തുന്നു. സാർ, കേരളത്തിൻ്റെ ആഭ്യന്തര രംഗം, കേരളത്തിലെ പോലീസ് ഭരിച്ചിരുന്നത് മാച്ചുറ്റുപാട്ടിയായിരുന്നു. സഖാക്കളായിരുന്നു SIന്റെ CIന്റെ ഡ്യൂട്ടീസ് പണി. പക്ഷേ കരുത്തനായ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ ക്രമസമാധാന ചുമതല പൂർണ്ണമായും ആഭ്യന്തര വകുപ്പിന് കൈവന്നു സാർ. അങ്ങനെ കേരളം മാറുകയാണ് സാർ. ലൈഫ് മിഷൻ പദ്ധതി സാർ, അതിന് ലൈഫ് ഇല്ലാതൊക്കെ പറ്റില്ലേ? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും പട്ടികവർഗക്കാർക്കും വീട് പോലും ലഭിക്കാത്ത അവസ്ഥ വന്നു. അതിനും പരിഹാരം ഉണ്ടാക്കുമെന്ന് ബജറ്റിൽ പറയുമ്പോൾ ഈ ബജറ്റിനെ അനുകൂലിക്കില്ലാതെ എന്താണ് സർ ചെയ്യുക? സർ, മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ BJP പറഞ്ഞിട്ട് അയാൾ വിട്ടുപോയി. BJP കാരൻ പറഞ്ഞിപ്പം എന്ത് കിട്ടി UDFൽ നിന്ന്? സർ, ഞാൻ രാമരാമമന്ത്രം ജപിക്കുന്നവനാണ്, തികഞ്ഞൊരു വിശ്വാസിയാണ് സാർ. ഞാൻ ശ്രീരാമനെ ജപിക്കുന്നത് ഭക്തിക്ക് വേണ്ടിയാണ്, ഭക്തിയുടെ ഭാഗമായിട്ടാണ്, എൻ്റെ വിശ്വാസപരമായിട്ടുമാണ്. പക്ഷേ ഇവരുടെ പാർട്ടി ശ്രീരാമനെ ഭജിക്കുന്നത് പണം തട്ടാനാണ് സാർ. ശ്രീരാമനെ ഉപയോഗിച്ച് പണം തട്ടിയൊരു പാർട്ടിയായി ഈ രാജ്യത്ത് BJP മാറിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നടത്ത പ്രസംഗം കാണുമ്പോൾ പരിഹാസവും പുച്ഛവും തോന്നിയാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ വയ്യാതെ പോയിരിക്കുകയാണ് സാർ. പിന്നെ പ്രതിപക്ഷം, എനിക്ക് ഈ നിയമസഭയിലെ പുതിയ അംഗമാണ് സാർ, വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഓരോ കാര്യം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാണാം സാർ. ഇന്നിപ്പോൾ ഞാൻ തോന്നുന്നത് ഇന്നലെ ഇറങ്ങിപ്പോയി, ഇന്നും ഇറങ്ങിപ്പോയി സാർ. ഇറങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. 1.5 മറുപടി കേൾക്കുമ്പോഴേക്ക് നനഞ്ഞ പടക്കം പോലും ഇരിക്കുകയല്ല സാർ ഇവർ. സാർ, ഞാൻ ആലോചിക്കുക, ഇവർ റിവേഴ്സ് റെമിറ്റൻസ് ഉള്ള പദം ഇവരെ ചിന്തയിലുണ്ടായിരുന്നു സാർ? ഇവരാലോചിച്ചിരുന്നോ? അപ്പം ഇങ്ങനെ കേൾക്കുമ്പം വീരശൂര എന്ന് പറഞ്ഞ ആളുകളൊക്കെ നയിക്കുന്ന പ്രതിപക്ഷത്തെ ആളുകൾ നനഞ്ഞ പടക്കം പോലെ അറിയുക, സൈ കെട്ടാ സാർ ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ഇന്നലെ ഇറങ്ങിപ്പോയത് പാവം മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് സാർ. അദ്ദേഹം എന്ത് പഴിച്ചു? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതാണ്. പിന്നെ ഷിബു ബേബി ജോൺ കരുത്തനായ ഒരു വനംവകുപ്പ് മന്ത്രിയാണ്, അവരുടെ കാര്യത്തിൽ വനമന്ത്രി ഉണ്ടായിരുന്നു സാർ. വയനാട്ടിൽ രാധ എന്ന് പറഞ്ഞ സഹോദരിയെ കടുവ പിടിച്ചു. ഇനി ഒരാളെയും കടുവ പിടിക്കാതിരിക്കാൻ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആ കടുവയെ പിടിക്കുവാനുള്ള പ്രവർത്തനമായി പോകുമ്പോൾ
കോഴിക്കോട് കടപ്പുറത്തെ ഫാഷൻ ഷോയിൽ വന്ന് ഹിന്ദി പാട്ട് പാടിയ ഒരു വനമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുള്ള മന്ത്രിയല്ല ഷിബു ബേബി ജോൺ. ഓരോ കാര്യം പറഞ്ഞിങ്ങനെ പോവാണ് സാർ. സാർ, ഞാൻ വരുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ്. സാർ, എൻ്റെ നാട്ടിൽ ഒരുപാട് പദ്ധതി തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. മാത്രമല്ല, എൻ്റെ കന്നി പ്രസംഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ട തിക്കോടിയിലെ കോടിക്കൽ തീരത്തെ ഫിഷിംഗ് ഹാർബറും അനുവദിച്ചു. അതിന് ഒരുപാട് നന്ദി പറയുന്നു. സർ, കൊയിലാണ്ടിയിൽ ഇനിയും ഒരുപാട് പദ്ധതികൾക്ക് ആവശ്യമുണ്ട്. ഈ കഴിഞ്ഞ തന്ന പദ്ധതികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയുള്ള പദ്ധതികൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ധനവിനിയോഗ ബില്ലിന് 2 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഈ ധനവിനിയോഗ ബില്ലിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. സാർ, നമസ്കാരം.